വാഴും എൻ്റെ യേശുനാഥൻ, എന്നുമെന്നും അവൻ എന്നെ വഴി നടത്തും. എൻ്റെ കൂടെ വാഴും എൻ്റെ യേശുനാഥൻ, എന്നുമെന്നും അവൻ എന്നെ വഴി നടത്തും. ലോകത്തേക്കാൾ വലിയവൻ എൻ്റെ കൂടെ, അതിനാൽ ഞാൻ ലോകത്തെ മറികടക്കും. ലോകത്തേക്കാൾ വലിയവൻ എൻ്റെ കൂടെ, അതിനാൽ ഞാൻ ലോകത്തെ മറികടക്കും. എൻ്റെ കൂടെ വാഴും എൻ്റെ യേശുനാഥൻ, എന്നുമെന്നും അവൻ എന്നെ വഴി നടത്തും. അസാധ്യമായത് എന്തുണ്ട്? അസാധ്യമായത് എന്തുണ്ട്? യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്? യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്? അസാധ്യമായത് എന്തുണ്ട്? അസാധ്യമായത് എന്തുണ്ട്? യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്? യേശു കൂടെയുള്ളപ്പോൾ എന്തുണ്ട്? പട്ടണത്തിൽ അവൻ വന്നാൽ അത്ഭുതമാ, വീട്ടിൽ അവൻ വന്നാലോ ആനന്ദമാ. 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 ആനന്ദമാ, 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 ആനന്ദമാ. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ നവംബർ 20 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം MDM ജൂബിലി ഹാൾ, തിരുമൂലപുരം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ നവംബർ 21 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ എത്തുവാൻ കഴിയുന്നത് കർത്താവ് ചെയ്ത കൃപയായി കാണുന്നു. താങ്ക് യു ജീസസ്. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി പറയുന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാം കർത്താവ് നമുക്ക് ചില അധികാരത്തെ തന്നു എന്നും. ഈ അധികാരം എനിക്ക് തന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ അധികാരം കൊണ്ട് എനിക്കുണ്ടാകുന്ന പ്രയോജനം എന്തൊക്കെയാണ്? പലപ്പോഴും ഈ അധികാരത്തെ അറിയാത്തവരായിട്ടാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. പക്ഷേ ക്രിസ്തു പറയുന്നത്, അല്ലെങ്കിൽ യേശു നമ്മളോട് പറയുകയാണ്, ഈ അധികാരം കൊണ്ട് നിങ്ങൾക്ക് ചിലത് ചെയ്യുവാനായി കഴിയും. നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ അധികാരത്തെ കർത്താവ് തന്നിരിക്കുന്നത് ക്രിസ്തു നിങ്ങളിലൂടെ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോഴും ആ അധികാരത്തിൻ്റെ അനുഭവങ്ങളിൽ കർത്താവിനോടൊപ്പമായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ചിലത് ഈ ഭൂമിയിൽ ചെയ്യുവാൻ കഴിയട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. യേശു ശിഷ്യന്മാരെ ലൂക്കോസ് 10:16 വാക്യത്തിലേക്ക് വരാം. യേശു ഒരിക്കൽ 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. 12 പേരെ അല്ലാതെ 70 പേരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് തനിക്ക് മുമ്പാകെ താൻ പോകുന്ന സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ചു. അവരവിടെ പറഞ്ഞയക്കുമ്പോൾ അവസാനം പറഞ്ഞ വാക്കാണ് 16ാമത്തെ വാക്ക്. അവിടെ എഴുതിയിരിക്കുക, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു. ആരെങ്കിലും നിങ്ങളുടെ വാക്ക് റിസീവ് ചെയ്താൽ, 12 പേരുടെ കാര്യമല്ല, അടുത്തിരിക്കുന്നവരുടെ ദേഹത്ത് കെട്ടിയിട്ട് പറ, 12 പേരുടെ അല്ല ഇത് എന്ന് പറ. ഇത് 12 അല്ല, പറഞ്ഞോ. ഇത് 70 തലയിലൂടെ വരട്ടെ എന്ന് വെച്ചിട്ടാ. നമുക്ക് 12 പേരുടെ കാര്യം അറിയാവൂ. ഇതിൽ 70 പേരെ തെരഞ്ഞെടുത്ത് കർത്താവ് പറഞ്ഞയക്കൂ. എന്നിട്ട് പറയുമോ, നിങ്ങളുടെ ആരുടെങ്കിലും വാക്ക് കേട്ടാൽ അത് എൻ്റെ വാക്ക് കേട്ട പോലെയാണ്. അടുത്ത വാക്ക്, നിങ്ങൾ ആരെങ്കിലും സ്വീകരിച്ചാൽ എന്നെ സ്വീകരിക്കുന്ന പോലെയാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നത് യേശുവിനെ സ്വീകരിക്കുന്ന പോലെയാണോ? സത്യത്തിലല്ല. പക്ഷെ കർത്താവ് പറയുന്നത്, ഞാൻ പലപ്പോഴും ചിന്തിച്ചു, വായി കർത്താവ് എന്തുകൊണ്ടാ പറയുന്നേ?
അനമോളം വന്നേ. അനമോളെ പറ്റിയത്. നിങ്ങളുടെ ആരെങ്കിലും തൊപ്പി വല്ല ഇരുമുണ്ടോ? തൊപ്പി ആരെങ്കിലും തൊപ്പിയുണ്ടോ? തൊപ്പി എനിവൺ? തൊപ്പിയുള്ള ആരെങ്കിലും ഇരുമുണ്ടോ ഇവിടെ? ഒറ്റൊന്നിന് തൊപ്പിയില്ല. തൊപ്പിയൊക്കെ ആയിട്ട് വരണ്ടേ? ആ നിൽക്കടി ഇവിടെ ഒന്ന്. ഇത് പറന്നു പോകാതെ പിടിച്ചോണം. ആ 1 മാസം കൂടെ അല്ലേ ഉള്ളൂ. നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇത് നമ്മുടെ കേരള പോലീസാണ്. ആരാണ് സാർ? ഇതാരാണ്? ഇത് കേരള പോലീസിന്റെ തലയിലിരിക്കുന്ന എന്തുവാ? തൊപ്പി ഒരെണ്ണം ഉണ്ട്. അത് വെച്ചാൽ നിനക്ക് നിൽക്കാൻ ഒക്കത്തില്ല. വെള്ള തൊപ്പിയാ വേണ്ടല്ലേ? ലിസണേ, ഇത് തൊപ്പിയാ. തൊപ്പി വെക്കുന്നവരെ അന്നമോളെ ഞാൻ അന്നാന്നാ വിളിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ തൊപ്പി വെച്ചാൽ എന്താ വിളിക്കുന്ന അറിയോ? പോലീസ്. റൈറ്റ്. ഇവളെ പോലീസ് ആക്കിയത് എന്തുവാ? വേഷോ? നിങ്ങൾ പറ. അതാ ഇവൾക്ക് കൈയും കാലിൽ എവിടെയെങ്കിലും മുളച്ചു വന്ന വല്ലതും? പറ. എപ്പോൾ ഇവൾ വേഷം ഇട്ടും ആ വേഷം നീട്ടും നിമിഷം മുതലേ ആളാരെന്തേ? ഈ വേഷം വന്നതോടുകൂടി വേറൊരു കാര്യം കൂടെ വന്നു. ആളുകൾ അവളെ പോലീസ് എന്ന് വിളിക്കാൻ തുടങ്ങി. പോലീസ് മാത്രമല്ല, നമ്മൾ പറയാൻ തുടങ്ങി അത് ഗവൺമെന്റ് ആന്ന് പറയാൻ തുടങ്ങി. നിങ്ങൾ എന്താ ആമേൻ പറയാത്ത? ഈ പുറത്തിട്ടിരിക്കുന്നതും തലയിലിരിക്കുന്നതും തൊപ്പിയും പറയുന്നത് ഐ ആം എ ഗവൺമെന്റ് ഒഫീഷ്യൽ. നിങ്ങൾ എന്താ കൈയടിക്കാത്ത? ആമേൻ പറയാത്ത? ഗവൺമെന്റിന്റെ ഒരു കാര്യം, ഒരു ഭാഗത്തെ കാര്യം ചെയ്യാൻ വേണ്ടി ആക്കപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ ഇവൾ എന്തെങ്കിലും ചെയ്താൽ, ഇവൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഗവൺമെന്റ് ചെയ്തതുപോലെ, ഗവൺമെന്റ് പറഞ്ഞതുപോലെ. നിങ്ങൾ എന്താ ആമേൻ പറയാത്തെ? പക്ഷെ തൊപ്പി ഊരി ആ കാര്യം കഴിഞ്ഞു. ഞാൻ നേരത്തെ ഒരു പാഠം കണ്ടിട്ടുണ്ട്, 6-ാം തമ്പുരാൻ. നിങ്ങൾ ആരെങ്കിലും 6-ാം തമ്പുരാൻ കണ്ടിട്ടുണ്ടോ? ആ, നിങ്ങൾ ആരും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. 6-ാം തമ്പുരാനിലെ എന്നെ വിശ്വാസം, മോഹൻലാല് ഈ ജഗദീഷ് അല്ലല്ലോ, സിദ്ദിഖുമായിട്ടൊരു അടി ഉണ്ടാക്കുന്നുണ്ട്. സിദ്ദിഖ് അല്ലേ പോലീസുകാരനല്ലേ? രാവണപ്രഭു. ഓക്കെ, രാവണപ്രഭു തെറ്റിപ്പോയി. 6-ാം പ്രഭു എന്തോ രാവണപ്രഭു. നിങ്ങൾ ആരും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുള്ള പടോ രാവണപ്രഭു. ഇത് സിദ്ദിഖാണ്. പോലീസ് ഉപകാരം വെച്ചിരിക്കുവോ? മോഹൻലാൽ പറയുന്നൊരു വാചകമുണ്ട്, നിന്നെ എനിക്ക് തല്ലണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തലയിലെ തൊപ്പി ഉരുവിച്ചിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? ഇത് നിങ്ങളുടെ തലയിൽ രജിസ്റ്റർ ആവാനായി ഞാൻ പറയുന്നത് കേട്ടോ. തൊപ്പി ഇട്ടിട്ട് തല്ലിയാലോ? തൊപ്പി ഇട്ട് തല്ലിയാൽ പോലീസുകാരനെ തല്ലിയെന്നായി. തൊപ്പി ഊരിയിട്ട് തല്ലിയാലോ? സിദ്ദിഖിനെ തല്ലിയല്ലോ പോലെയായി. നിങ്ങളുടെ തലയിൽ എന്താ ഉള്ളതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ ഈ തൊപ്പി ഊരിയോനല്ലാതെ ഈയുടെ നോട്ടിൽ ഒരെണ്ണത്തിനും തൊടാൻ കഴിയത്തില്ല. തൊപ്പി വെച്ച് ഒറ്റ ഒരെണ്ണത്തിനും തൊടാൻ ഞാൻ രാവണപ്രഭുവിനെ അല്ല പറഞ്ഞത്, നിങ്ങൾ ആരാന്ന് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറഞ്ഞേ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അധികാരം തരുമോ? എന്താ അധികാരം? നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ അത് ഞാൻ പറഞ്ഞ പോലെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്ത കൈയടിക്ക്. നിങ്ങൾ ചുണയായിട്ട് കൈയടിക്ക്. ആ ദിവസം നിങ്ങളുടെ മുകളിലേക്ക് ഒരു വേഷവിധാനം വന്നു. അത് ഊരി വെക്കാത്ത ആരെങ്കിലും ഈ ഹാളിൽ ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവരോട് പറ, അത് ഊരി വെക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവര് പറയുന്നത് തന്നെ സംഭവിച്ചിരിക്കും. ആർക്കും അതിനെ അടയ്ക്കാൻ കഴിയത്തില്ല. ഈ മലയോട് പറഞ്ഞാൽ മല കേൾക്കും, കാട്ടത്തിയോട് പറഞ്ഞ കാട്ടത്തി കേൾക്കും, സാഹചര്യങ്ങളോട് പറഞ്ഞ സാഹചര്യം കേൾക്കും. പറഞ്ഞത് എന്റെ അപ്പനാ. അതുകൊണ്ട് അടുത്തിരിക്കുന്നവരോട് പറ, പിശാച് എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോ തൊപ്പി ഓർത്തോണം. തൊപ്പി ഊരി വെച്ചിരിക്കുകയാണോ ഇല്ലയെന്ന് ഓർത്തോണം. തല്ലിയിട്ട് പുള്ളി പോണമെങ്കിൽ എന്ത് വേണം? തല്ലാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ പറ
എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാന്നുള്ള ബോധം നിങ്ങളിൽ ഇല്ലെങ്കിൽ മാത്രമേ അവന് നിങ്ങളെ ചൊറിയാൻ പറ്റത്തുള്ളൂ. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു, തൊപ്പി തലയിലുണ്ടോ? എന്റെ കൂടെ ഉള്ളവർക്കൊന്ന് കൈ അടിച്ചൊരു ആമേൻ പറയാം. ഇതാരെങ്കിലും വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് യൂട്യൂബിലിട്ട് പാസ്റ്റർ സിനിമാ കഥയെ പഠിപ്പിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ അടിപൊളി വിജയിച്ചു. അങ്ങനെയെങ്കിലും നീ എന്റെ പ്രസംഗം കേൾക്കുന്നല്ലോ. ഒന്ന് കൈ അടിച്ചൂടെ ആമേൻ പറ. ഞാൻ നിങ്ങളോട് ദൂതാ പറയുന്നേ, ഇത് തലയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരുത്തനും നിന്നെ തൊടാൻ കഴിയത്തില്ല. നീ പറയുന്നത് അവന്റെ വാക്കാ, നീ ചെയ്യുന്നത് അവന്റെ സ്പിരിച്വൽ വേൾഡിലേക്ക് എത്തിയില്ല ഞാൻ. അപ്പോൾ യേശു അവരെ നോക്കിയിട്ട് പറഞ്ഞു, 70 പേർ തിരിച്ചു വന്നു. ഇത് അധികാരം അടിച്ച് തിരിച്ചു വിടുവാ. യേശു അവരെ വിട്ടതിന് ശേഷം അവർ തിരിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഭൂതങ്ങൾ കീഴടങ്ങാൻ തുടങ്ങി. അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. യേശു അപ്പോൾ പറയുവാ, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്ന ഞാൻ കണ്ടു. ഇനി നിങ്ങളെ ഒരു പാമ്പിനും തേളിനും നിങ്ങളെ തൊടാനൊക്കത്തില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം തരുവോ. കൂടെ വരുന്നവരൊക്കെ വാ. അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. യേശു തന്ന അധികാരം വർക്ക് ചെയ്യുന്നു. അടുത്തിരിക്കുന്നവരോട് പറ, യേശുവിന്റെ നാമം പ്രവർത്തിക്കുന്നു. പറ, യേശു തന്ന അധികാരം പ്രവർത്തിക്കുന്നു. അവർ എക്സൈറ്റഡ് ആണ്. ആ എക്സൈറ്റ്മെന്റിൽ നിൽക്കുമ്പോ അടുത്ത വാചകം കർത്താവ് പറയുവാ, ഭൂതങ്ങൾ പുറത്തായതിൽ നിങ്ങൾ സന്തോഷിക്കണ്ട. എന്നിട്ട് അടുത്തിരിക്കുന്ന ആളെ ചെവിയിലോട്ട് പിടിച്ചിട്ട് പറ, ഒരു ഭയങ്കര സീക്രട്ട് പറഞ്ഞെന്ന് പറ. Are you hearing? Yes. Are you flowing? Yes. എന്നാ സീക്രട്ടാ കർത്താവ് പറഞ്ഞേ? You have to listen it. ഭൂതങ്ങൾ പുറത്താകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കണ്ട. സന്തോഷിക്കേണ്ട രഹസ്യം ഞാൻ പറയാം. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുക. നിങ്ങൾക്കത് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല. യേശു നീ എന്താ ഈ പറയുന്നത്? യേശു പറയുന്നത്, എടാ, ഞാൻ നിന്നെ സെലക്ട് ചെയ്തപ്പോ, ഞാൻ നിന്നെ ചോസ് ചെയ്തപ്പോ, ഈ ആത്മമണ്ഡലത്തിൽ അല്ലാത്തടത്ത് വേറൊരു സംഭവം നടന്നു. ആ തെരഞ്ഞെടുക്കുന്ന ദിവസം, തെരഞ്ഞെടുക്കപ്പെട്ട ദിവസം നിന്റെ പേര് സ്വർഗത്തിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു. നിന്റെ പേര് സ്വർഗത്തിൽ രജിസ്റ്റർ ചെയ്തത് കൊണ്ടാണ് എനിക്ക് നിനക്ക് അധികാരത്തെ തരാൻ പറ്റിയത്. എന്റെ അധികാരം നിന്നിലേക്ക് ട്രാൻസ്ഫർ ആയത് നിന്റെ പേരങ്ങ് സ്വർഗത്തിൽ സെലക്ട് ചെയ്തോണ്ടാ. ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അവർക്ക് അത് മനസ്സിലായില്ല. അവര് വിചാരിച്ചേ യേശു തന്ന അധികാരം യേശു തന്ന അധികാരം വർക്ക് ചെയ്തു എന്ന് അവര് വിചാരിച്ചേ. പക്ഷെ യേശു പറയൂ, അല്ലല്ല, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തപ്പോ നിങ്ങളുടെ പൊസിഷൻ ഞാൻ സ്വർഗത്തിലേക്കാക്കി. ഞാൻ നിങ്ങളെ പൊസിഷൻ സ്വർഗത്തിലാക്കിയ മുതൽ നിങ്ങളുടെ അധികാരം ഈ ഇരിക്കുന്ന സകല ഭൂതങ്ങളുടെ മുകളിലാണ്. നിങ്ങളത് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ, ഇനി ശ്രദ്ധിച്ചോണേ, തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ എനിക്കൊരു കാര്യം കാണാം. ആകാശത്ത് നിന്ന് മിന്നൽ പോലെ ചിലത് വീഴുന്നത് എനിക്ക് കാണാം. ഏത് തിരിച്ചറിഞ്ഞതുമല്ല, അധികാരം തിരിച്ചറിഞ്ഞ് അതിനെ പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയതോടുകൂടെ ആത്മമണ്ഡലം ഇളകാൻ തുടങ്ങി. ചിലരുടെ അധികാരത്തിന് ഈ പകൽ ഒരു ചേഞ്ച് ഉണ്ടാകും. നിങ്ങൾക്ക് എന്റെ ഒപ്പം എത്താൻ പറ്റിയോ? കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരട്ടെ, കുറച്ചും കൂടെ ഉള്ളിലേക്ക് വരട്ടെ. യേശു കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നതിനൊക്കെ മുമ്പാണ് യേശു ശിഷ്യന്മാരെ അധികാരത്തോടെ പറഞ്ഞയച്ചത്. അന്ന് സാത്താന്റെ ആയുധവർഗങ്ങൾ നശിച്ചിട്ടില്ല. അവൻ പാരലൈസ്ഡ് അല്ല. എന്നിട്ടും
യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചവരുടെ കൈകളിൽ അധികാരം ചലിച്ചു. ഞാന് ഉയർത്തെഴുന്നേറ്റ സഭയുടെ ഫലമാ എങ്കിൽ എത്രയധികം എന്റെ കൈകളിൽ അധികാരം ചലിക്കും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ആമേൻ പറ. തോറ്റിട്ടില്ലാത്തവന് പോലും, ആയുധവർഗം നശിച്ചിട്ടില്ലാത്തവന് പോലും യേശു കൊടുത്ത അധികാരത്തെ തടഞ്ഞു നിർക്കാൻ പറ്റിയില്ലെങ്കിൽ അന്നത്തെ അധികാരത്തിന്റെ പ്രത്യേകതയും ഇന്നത്തെ അധികാരത്തിന്റെ പ്രത്യേകതയും വലിയ വ്യത്യാസമാണ്. അന്നത്തെ അധികാരം ആദാമിക അധികാരമായിരുന്നു. ആ അധികാരത്തിന്റെ പ്രത്യേകത ഭൂമിയിലും ആകാശത്തിലുമുള്ള സകലത്തിന്റെ മേലും അടക്കി വാഴാനേ ഉള്ളായിരുന്നു. പക്ഷേ ഉയർത്തെഴുന്നേറ്റപ്പോൾ അധികാരം അതവിടെ നിന്നില്ല. സ്വർഗത്തിലും ഭൂമിയിലും സകല ലോകത്തിന്റെ മേലും എനിക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോ. ആദാമിക അധികാരം പോലും പൈശാചിക ശക്തിയെ നിന്റെ മുമ്പിൽ സല്യൂട്ട് ചെയ്യിച്ചെങ്കിൽ സ്വർഗത്തിലും ഭൂമിയിലും അധികാരം എനിക്കാണ്. അതുകൊണ്ട് പുറപ്പെട്ടു പോ എന്ന് പറഞ്ഞവന്റെ വാക്ക് ആരെങ്കിലും വിശ്വസിച്ചാൽ എത്ര അധികമായി. നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ? സ്വർഗനോട് പറഞ്ഞു, ജോണേ, എവിടെ ആരംഭിക്കുന്നറിയോ? എവിടെയാ നീ രക്ഷിക്കപ്പെട്ടെ? യേശുവിനെ എന്നാണ് നീ ദൈവമായി അംഗീകരിച്ചേ, ആ സമയം നിന്റെ സ്ഥാനം ഈ ഭൂമിയിലല്ല, അങ്ങ് സ്വർഗത്തിൽ എന്നോടൊപ്പം. മേലോട്ട് നോക്കിയിട്ടല്ല നീ പറയേണ്ടത്, താഴോട്ട് നോക്കിയിട്ട് പറയണം, കള്ള പിശാചേ അടങ്ങടാ. ഇനി ഞാൻ പറയുന്ന കാര്യം കുറച്ചും കൂടെ ഗൗരവത്തോടെ കേൾക്കണം. എല്ലാവരും എക്സൈറ്റഡ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. കുറച്ചു പേര് എക്സൈറ്റഡ് ആണ്. ഞാൻ ഇന്നലെ 3 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. മിനിഞ്ഞാന്ന് രാത്രി ഉറങ്ങിയില്ല. അതിൻ്റെ തലരാത്രി ഞാനും സോളിയും കൂടെ കേരളം മുഴുവൻ കറങ്ങിച്ചു വരുമോ. ഫിസിക്കലി ഞാൻ ഫിറ്റ് അല്ല, പക്ഷെ സ്പിരിച്വലി ഞാൻ ഫിറ്റ് ആയതുകൊണ്ട് ഫിസിക്കൽ എന്നെ കേട്ടേ ഒക്കത്തുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഒരു നല്ല ആമേൻ പറഞ്ഞേ. ഫിസിക്കൽ അല്ല ആദ്യം ഉണ്ടായേ, സ്പിരിച്വലാ ഉണ്ടായേ. നീ സ്പിരിച്വലി ഫിറ്റ് ആണെങ്കിൽ ഫിസിക്കലായ സകലം നിന്നെ സല്യൂട്ട് ചെയ്തിട്ട് പറയും. ഹാർട്ട് മര്യാദയ്ക്ക് നിൽക്കുക, പ്രഷർ മര്യാദയ്ക്ക് നിൽക്കുക, ബോഡി മര്യാദയ്ക്ക് നിൽക്കുക, ഉറക്കം മര്യാദയ്ക്ക് നിൽക്കുക, ബ്രെയിൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നു? ഞാൻ സ്പിരിച്വലി ഫിറ്റ് ആണെങ്കിൽ ഫിസിക്കലി ഒന്നും ചെയ്യാൻ പിശാചിന് പറ്റത്തില്ല. ഫിസിക്കലി ഞാൻ ഓക്കെയാണ്, 100% ഓക്കെയാണ്, ഫിറ്റ് ആണ്. തിരിച്ചു വരട്ടെ. യേശു മരിച്ചു ഉയർത്തെഴുന്നതിനേക്കാൾ മുമ്പ് യേശു ശിഷ്യന്മാരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നത് എന്താണെന്നറിയോ? ഇതാ കാറ്റും കടലും ഒടിക്കുക. യേശു ഉറങ്ങുകൊണ്ട് ശിഷ്യന്മാരെ എഴുന്നേൽപ്പിച്ചു. കർത്താവ് കാറ്റും കടലിനെയും ശാന്തമാക്കി. എന്നിട്ട് ചോദിച്ചു, എടാ നിന്നെയൊക്കെ എത്ര നാളെടാ സഹിക്കുന്നേ? കർത്താവ് എന്താ അതിന്റെ കാരണം? സ്വർഗത്തിന് പറയാനുള്ളത്, എടാ ഞാൻ അവരുടെ കൂടെ ഉണ്ടെന്നും ഞാൻ അവരുടെ കൂടെയാണെന്നും അവർ അറിഞ്ഞ, അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർ ഈ കാറ്റിൻ്റെയും കടലിൻ്റെയും അടുക്കൽ നിന്നിട്ട് എൻ്റെ കൂടെ ഉള്ളത് ആരാന്ന് അറിയാവോടോ എന്ന് ചോദിച്ചേനെ. കർത്താവ് മരിച്ചുയർത്തെഴുന്നേൽക്കാൻ മുമ്പ് ശിഷ്യന്മാർ അധികാരം ഉപയോഗിക്കണം പ്രകൃതിയുടെ മേലെന്നാണ് എൻ്റെ അപ്പൻ വിചാരിച്ചിരുന്നതെങ്കിൽ മരിച്ചുയർത്തെഴുന്നേറ്റതിന് ശേഷം എന്തുവായിരിക്കും അദ്ദേഹത്തിന്റെ ചിന്ത? ഒന്ന് ആർത്ത് വിളിക്കേ. കർത്താവ് പറയുകയാണ്, നിങ്ങൾ കൽപ്പിക്കുന്നത് അത് സംഭവിക്കാനിടയാം. അതായത് നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് പോലെയാണ്. അതിന് കാരണം എന്താ? വളരെ സന്തോഷത്തോടെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. പിതാവ് നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ സന്തോഷിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എത്രയോ പേര് ഈ ഭൂമിയിലായിരിക്കുന്നു, പക്ഷേ ആ തെരഞ്ഞെടുപ്പ് എൻ്റെ മേലുണ്ടായി, നിങ്ങളുടെ മേലുണ്ടായി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇനി ചില സാക്ഷ്യങ്ങൾ കാണാം.
ഷാമില കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഈ സിസ്റ്റർ ചെറിയ മകന് 3 ദിവസമായി ശക്തമായ പനിയും താടവീക്കവുമായി ഭാരപ്പെടുകയായിരുന്നു. അതിനെ തുടർന്ന് ചർച്ചിലെ ലീഡറെ വിളിച്ച് പ്രാർത്ഥിച്ചു. അത് അപ്പം തന്നെ മാറി എന്നാണ് സിസ്റ്റർ പറയുന്നത്. പനി മാറിപ്പോയി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് മോന് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. സന്തോഷത്തോട് പോയാട്. ഈ സിസ്റ്ററിന്റെ പേര് ശാരദ, അട്ടപ്പാടിയിൽ നിന്നാണ് വരുന്നത്. അട്ടപ്പാടി എന്നാണ് വരുന്നത്. ശാരദ സിസ്റ്റർ. ഇവര് ജോലിക്ക് പോകുമ്പോൾ തലചുറ്റൽ മൂലം വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജോലിക്ക് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവർ പ്രാർത്ഥന സെല്ലിൽ വിളിച്ച്, സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ശാരദ അട്ടപ്പാടി എന്നാണ് വരുന്നത്. ജോലിക്ക് പോകാൻ പ്രയാസമായിരുന്നു, തലചുറ്റി വീഴുമായിരുന്നു. ഞാൻ വീട്ടുജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടു ജോലിക്ക് പോകുമായിരുന്നു. മലപ്പുറത്തൊരു വീട്ടിലായിരുന്നു. ഓക്കെ. അപ്പൊ അവിടെ വെച്ച് എനിക്ക് കാലത്ത് അവർക്കുള്ള ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കൈ കഴുകാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ ബോധം കിട്ടി വീഴുമായിരുന്നു. അപ്പൊ തലയിറങ്ങിയപ്പോ ആ വീട്ടുകാരെ അപ്പൊ തന്നെ നല്ല വീട്ടുകാരെ അപ്പൊ അവര് ആസ്പത്രിക്ക് കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ കിടന്ന് ബെഡ് കിടന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ വീട് ഇങ്ങനെ ഒന്നായിട്ട് വീട് മുഴുവൻ കറങ്ങുന്ന പോലെ തോന്നി. അപ്പൊ ചേച്ചിക്ക് ഇപ്പോ തലചുറ്റല് പൂർണ്ണമായി മാറിപ്പോയോ? ഒന്ന് കൈ അടിച്ചു കർത്താവിനെ സ്തുതിച്ചേ. പറയുന്നത് കേട്ടപ്പോ ഒരു കവിത പാടുന്ന പോലെ തോന്നി. എനിക്ക് ഒന്നും മനസ്സിലായില്ല. എന്നാ സ്പീഡാ കർത്താവേ. മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്നെ കാണണേ. ഞാൻ ചേച്ചിക്ക് വേണ്ടി 1-2 കാര്യങ്ങൾ പ്രാർത്ഥിക്കാവേ. ഞാൻ ചേച്ചിക്ക് വേണ്ടി 2-3 കാര്യങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങളൊന്ന് കാര്യങ്ങൾ ഉയർത്തിക്കേ. ഒന്നാമത്തെ കാര്യം, ചേച്ചിയുടെ ദേഹത്ത് നീർക്കെട്ട് വരും. ഈ തോളിലും നടുവിലും വിട്ടുമാറാത്ത നീർക്കെട്ട് വരും. അതുമല്ല, അമ്മയ്ക്ക് ഒരു പൊടിയുള്ള സ്ഥലത്തും ചെയ്യുന്ന ഒരു ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതോടെ വിമിഷ്ടം ഉണ്ടാകുകയും അലർജി ഉണ്ടാകുകയും ചെയ്യും. ഇന്ന് 2 കർത്താവ് സൗഖ്യമാക്കുവേ. മാത്രമല്ല, ഞാൻ പറഞ്ഞോട്ടെ, യേശു കർത്താവ് ചേച്ചി ഇന്ന് സൗഖ്യമാക്കുവേ. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ചേച്ചിയുടെ പുറകിൽ ഒരാൾ നിന്നേ. കർത്താവെ ചേച്ചി അനുഗ്രഹിക്കുന്നപ്പാ. ഈ ശരീരത്തോട് വാദിക്കുന്ന രോഗശക്തികൾ അഴിഞ്ഞു പോട്ടെ. സൗഖ്യം ഉണ്ടാകട്ടെ. അങ്ങയുടെ കരം തൊട്ടാട്ടെ അപ്പാ. അങ്ങയുടെ കരത്താൽ ഒരു സൗഖ്യം ഉണ്ടാകട്ടെ. Now in the name of Jesus. മിറക്കിൾ സൺഡേ അഞ്ചലിലും തിരുവനന്തപുരത്തും നവംബർ 17 രാവിലെ 8:30 മുതൽ ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അഞ്ചലിൽ, രാവിലെ 11 മുതൽ AJ ഹാൾ കുമാരപുരം തിരുവനന്തപുരം. മിറക്കിൾ സൺഡേ കൊല്ലത്തും പാറശാലയിലും നവംബർ 24 രാവിലെ 8 മണി മുതൽ സോപാനം ഓഡിറ്റോറിയം കൊല്ലം, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ സന്തോഷിച്ചാട്ടെ, അതിനോടൊപ്പം ചലിച്ചാട്ടെ. ദൈവ സാന്നിധ്യം ചലിക്കുമ്പോൾ അതിനെ റിസീവ് ചെയ്യുന്ന, അതിൽ നിന്ന് ചിലതിനെ പ്രാപിക്കുവാൻ കഴിയുന്ന ആത്മാനുഭവങ്ങളിലായിരുന്നാട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. എന്നോടൊപ്പമായിരിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. മറുപടിയില്ലാത്ത അല്ലെങ്കിൽ പരിഹാരമില്ലാത്ത ഒരു കാര്യവും എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലില്ല. അവൻ നമ്മൾക്ക് പരിഹാരകനാകുന്നു, അവൻ നമുക്ക് മതിയായവനാകുന്നു. അപ്പോൾ ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവർ പറയുന്ന വിഷയങ്ങൾ ഏതു തന്നെയാണെങ്കിലും, അപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന വിഷയങ്ങൾ ഏതു തന്നെയാണെങ്കിലും അതിന്മേലൊരു പരിഹാരമുണ്ടാകട്ടെ. അപ്പോൾ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കട്ടെ. ഈ സമയം മുതൽ അപ്പോൾ അവിടുത്തെ ദൂതന്മാർ ആ കാര്യങ്ങൾക്കായി പ്രവർത്തിക്കട്ടെ. അപ്പോൾ യേശുവേ, അവിടുത്തെ ദൂതന്മാർ ആ കാര്യങ്ങൾക്കായി പ്രവർത്തിക്കട്ടെ. വസ്തു സംബന്ധമായ പ്രയാസത്തിലായിരിക്കുന്നു, അതൊരു കേസിലായിരിക്കുന്നു, തങ്ങൾക്കത് വിൽക്കുവാൻ കഴിയുന്നില്ല, വർഷങ്ങളായതിൻ്റെ പുറയിലായിട്ട് നീതി ലഭിക്കണമെന്ന് ചിന്തിക്കുന്നവർ, അതിന്മേലുള്ള പ്രയാസം മാറിക്കിട്ടണമെന്ന് ഭാരത്തോടായിരിക്കുന്ന ആ കുടുംബത്തിന്മേൽ കർത്താവിൻ്റെ കരം ചലിക്കുക. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ലല്ലോ, എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ കുടുംബത്തിന്മേൽ നിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന്മേൽ അവിടുത്തെ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. +2 കഴിഞ്ഞ തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചില ഡിപ്രഷനിലായിരിക്കുന്നു, ചില പ്രശ്നങ്ങൾ ആ വീടിനെ ബാധിച്ചിരിക്കുകയാണ്.
ആ മകൾക്ക് വേണ്ടി കരയുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, ഒരു വിടുതലിനെ ആഗ്രഹിക്കുന്ന ആ കുടുംബത്തിന്മേൽ കർത്താവിൻ്റെ കരം ചലിക്കട്ടെ അപ്പ. താനായിരിക്കുന്ന ആ പ്രയാസത്തിൽ നിന്ന് പുറത്തു വരട്ടെ അപ്പ. ആ മാനസിക ടെൻഷനിൽ നിന്ന് പുറത്തു വരട്ടെ അപ്പ. ആ ഡിപ്രഷൻ്റെ അധികാരത്തിൽ നിന്ന് പുറത്തു വരട്ടെ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അപ്പ. താങ്ക് യു ജീസസ്. അവിടുന്ന് ചെയ്യുന്ന പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. അപ്പോൾ അതേപോലെ തന്നെ കർത്താവെ, താൻ ജോലിയുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഇടപാടിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് വിടുവിക്കുന്നത് കാണാം. യേശുവേ, അവിടുന്ന് ചെയ്യുന്ന പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവിൻ്റെ കൃപ ചലിച്ചതോർത്ത് നന്ദി. അപ്പോൾ അവർക്ക് കൊടുത്ത വിടുതലിനായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.